നമ്മളെങ്ങനെ തുടങ്ങും? ചോടുക്കർ अभी न जाओ छोड़कर कि दिल अभी भरा പണ്ട് ലവ് ലെറ്റർ ഒക്കെ എഴുതിയെന്നുണ്ട് എനിക്ക് ഈ ദൈവിക സൂരജനുള്ളതാണ്. എന്റെ ഇപ്പോഴും ആ ലവ് ലെറ്ററുകളൊക്കെ എന്റെ ഒരു ബോക്സിൽ ഞാൻ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പല ലവ് ലെറ്ററിൽ എഴുതി വെച്ചിട്ടുണ്ട്. എന്റെ കഴുത്തിൽ താലി ചാർത്തുന്നുണ്ടെങ്കിൽ അത് എന്റെ മാത്രം സൂരജായിരിക്കും. അന്ന് എഴുതുമ്പോ ഞാൻ ഭയങ്കര കവിയത്രി പോലെ എഴുതിയ വരികളെ जिंदगी की राह में जवां दिलों की चाह में कई मकाम आएंगे जो हमको ഒരാള് ഫസ്റ്റ് എനിക്ക് തന്ന ലവ് ലെറ്ററിൽ ഉണ്ടായിരുന്നു, എൽ എപ്പോഴും ഓ ഓർത്തിരിക്കാൻ ഈ വിരിഞ്ഞ എപ്പോഴും ഓർത്തിരിക്കാൻ ഈ വിരിഞ്ഞ പൂക്കളാണ് ഈ ഇനിയും നിന്നെ പ്രണയിക്കാൻ ഒന്ന് വിളിക്കാൻ മൊബൈൽ നമ്പർ തരുമോ? ദേവുട്ടി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. ഞാൻ ആഗ്രഹിക്കും, നമുക്കൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ടാവില്ല ഒരു പെൺകുട്ടീനെ കുറിച്ചിട്ട്. ദേവുട്ടി എന്ന് പറയുമ്പോൾ ഓക്കെ ആണ്, എനിക്ക് എൻ്റെ എല്ലാ വൈബിനും കറക്റ്റ് ആയിട്ടുള്ളൊരു പെൺകുട്ടിയാണ്. ഞാൻ അങ്ങനെ സൗന്ദര്യം അങ്ങനത്തെ കാര്യങ്ങളൊന്നും നോക്കിയിട്ടില്ല. ആ ടൈമിലൊന്നും എനിക്ക് ഇവളെ ഇഷ്ടേ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഒരു പെൺകുട്ടി നമ്മൾ ഇത്രയും ട്രസ്റ്റ് ചെയ്തിട്ട് ഇത്ര നാൾ നമ്മുടെ കൂടെ നിൽക്കാന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ എനിക്ക് അന്ന് വലിയ കാര്യമായിട്ട് തോന്നിയത്. കാരണം ഇവളെ എന്നോട് 6ാം ക്ലാസ്സിൽ ഇഷ്ടമാണെന്ന് പറയണതാണ്. അത് കഴിഞ്ഞിട്ട് വീട്ടിൽ ഇഷ്യൂ ആയിട്ട് പിന്നെ നമ്മളൊരു ചെറിയൊരു ഗ്യാപ്പ് എടുത്താൽ പോലും ഇവളത് +1 വരെ അത് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോവുക. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു പെൺകുട്ടിക്ക് അത്ര ഇഷ്ടം ഉണ്ടായിട്ടല്ലേ നമ്മളിങ്ങനെ നോക്കണം എന്ന് ചിന്തിച്ച്. കുറിച്ച് പറയാനായിട്ട് അവ അടിപൊളിയാണ്. വേറൊരു വിറ്റുണ്ട്. ഇപ്പം ഭയങ്കര ചെറുതായിരുന്നു കേട്ടാ, ഹൈറ്റ് കുറവായിരുന്നു. അപ്പൊ ഞാൻ അവനോട് പറയും, കോംപ്ലൈൻ വാങ്ങി കുടിക്ക്, എന്നാലാണ് ഹൈറ്റ് വെക്കുള്ളൂ. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇഷ്ടപ്പെടാനുള്ള കാരണം എനിക്കിപ്പോഴും എന്തോ അങ്ങനെ ഇഷ്ടപ്പെട്ടു പോയി അല്ലേ? എത്രയോ കാലം മുമ്പേ അറിയണ 2 പേരാ. അപ്പൊ ഞങ്ങൾക്ക് അങ്ങനെ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ടൈമിൽ തന്നെ ഞങ്ങളിത് പറഞ്ഞതും ഇങ്ങനെ ഒരു താജ്മഹലൊക്കെ പോയിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാനായിട്ടാന്നുള്ളതൊക്കെ എൻ്റെ ചെറുപ്പം മുതലുള്ള ഒരു ആഗ്രഹമായിരുന്നു. ഇവനാഗ്രഹം പറഞ്ഞു അതൊരു എനിക്ക് വല്ലാത്തൊരു ഫീലായി. എന്തായാലും പോകണ്ടെങ്കിൽ അവിടെ എത്തിയിട്ട് അവിടെ മതി, സേവ് ദ ഡേറ്റ് എടുക്കണമെങ്കിൽ അവിടെ മതി എന്നുള്ളൊരു കാരണത്തിൽ. അല്ല, നമ്മളത് ഓൾറെഡി ഇങ്ങനെ ഡ്രീം ചെയ്ത് വന്നു. അപ്പൊ ഞാന് മുമ്പും താജ്മഹൽ വന്നിട്ടുണ്ട്. അപ്പൊ എനിക്കായാലും അത് ഞാൻ അന്തൂരോടൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളുടെ സേവ് ദ ഡേറ്റ് ഇവിടെ തന്നെ എടുക്കണം എന്നൊക്കെ. ഞാൻ ഒരു ഫോട്ടോഗ്രാഫർ ആയതിന്റെ ഒരു
ശരിക്കും പറഞ്ഞാൽ ഒരിക്കലും നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇവിടെ എടുക്കുന്നത്. ആദ്യം ഇങ്ങനെ പറഞ്ഞു നടന്നിരുന്നെങ്കിലും ഇതൊരു റിയാലിറ്റിയിലേക്ക് എത്തുന്നുള്ളത് ഒട്ടും നമ്മള് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഭയങ്കര ഹാപ്പിയാണ്. ഫാമിലി ഒക്കെ നല്ല സപ്പോർട്ടാണ്. അമ്മയൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ. എന്താ പറയാ, നമ്മുടെ ഒരു ഡ്രീമിന് വേണ്ടിട്ട് അമ്മ വരാന്നൊക്കെ പറഞ്ഞ വലിയ കാര്യമാണ്. നമുക്ക് ഫാമിലി ഒക്കെ നമ്മൾ അത്രയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത്ര എഫേർട്ട് എടുത്തിട്ടാണ് നമുക്ക് വേണ്ടിട്ട് വരുന്നത്. ഡ്രീമായിട്ടാണ് തോന്നുന്നത്. ഡ്രീമാണിത്. കാരണം നമ്മളൊരിക്കലും വിചാരിക്കാത്തൊരു സംഭവമായിരുന്നു. കാരണം ചെറുപ്പം മുതലേ ഇത്രയും ആഗ്രഹിച്ചുള്ള ഒരു മൂമെൻറ്റിലാണ് ഇപ്പോൾ വന്ന് നിൽക്കുന്നത്. കല്യാണം എന്ന് പറയുമ്പോഴും ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടൊക്കെയാണ് ഈ സിറ്റുവേഷനിൽ എത്തിയുള്ളത്. അപ്പോൾ ഫാമിലിയോടാണ് എപ്പോഴും താങ്ക്സ് പറയാനുള്ളത്. ഞങ്ങൾ ഇങ്ങനത്തെ ഒരു സപ്പോർട്ട് ചെയ്തതിന് അതൊരു വലിയ കാര്യമാണ്. കാരണം നമ്മുടെ ഒരു ആഗ്രഹം അത് സാധിച്ചു തരാണ്. Sita